നമസ്കാരം. ഒരു ചെറിയ പാമ്പുപിടുത്തം നമുക്ക് കാണാം. വെട്ടത്തുകവല കാര്യവള്ളിൽ സന്തോഷിന്റെ വീടിനുള്ളിലാണ് പാമ്പിനെ കണ്ടത്. അപ്പോൾ അലമാരിയുടെ പുറയിലോട്ടാണ് അവൻ കയറിയിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, അതിനുള്ളിൽ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ പുതുപ്പള്ളിയിൽ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ ടീം അംഗമായ സുമോൻ കൊടിഞ്ഞുവയലിനെ വിളിച്ചു. അദ്ദേഹം ഉടനെ ഇങ്ങോട്ട് വന്നേക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കുമാരനല്ലൂർ നിൽക്കുകയായിരുന്നു. അപ്പം രണ്ടാമത് വിളിച്ചപ്പം പുതുപ്പള്ളിയിൽ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഇവിടെ വരും. അപ്പം ഞങ്ങൾ അവനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ തന്നെ മുറിയിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ചൂട് കാലമായതിനാൽ പാമ്പ് ശല്യം നമ്മുടെ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. കാരണം നമ്മുടെ അടുക്കള ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ ചെറിയ തവളകളൊക്കെ വരുമ്പോഴത്തേന് അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകളൊക്കെ കയറി വരും. അതോടൊപ്പം തന്നെ ചെടിച്ചട്ടികളൊക്കെ വെക്കുന്നിടം വളരെ സൂക്ഷിക്കുക. കാരണം ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ വീടിൻ്റെ മുൻവശത്ത് ഷൂകളൊക്കെ വെക്കുമ്പോഴത്തേന് അതൊക്കെ പ്രത്യേകം സൂക്ഷിച്ച് വെക്കുക. ഇതിനുള്ളിലൊക്കെ ഇവ വന്ന് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് നമുക്ക് പത്രങ്ങളിലൊക്കെ മിക്ക ദിവസവും വായിക്കുന്നുണ്ടല്ലോ, പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ ഇതിനൊരു വലിയ പരിഹാരം കാണാൻ പറ്റും. ഒരു കാരണവശാലും ഇതിനെ നമ്മൾ സ്വയമായിട്ട് പിടിക്കാൻ ശ്രമിക്കരുത്. വിദഗ്ധ പരിശീലനം കിട്ടിയവരെ കൊണ്ട് മാത്രമേ അവരെ ഉടനെ വിളിച്ചിട്ട് അവർ മൂലം ഇതിനെ പിടിക്കാവുള്ളൂ. നമ്മൾ അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്. ഞാൻ സുമോൻ പുതുപ്പള്ളി തന്നെയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആവശ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. വെളിയിൽ പോയാൽ പോയി. ചേരയാണത്. അതിന്റെ ചെറുതാണെന്ന് തോന്നാലും കിട്ടിയോ? ചേരാ തന്നെയല്ലേ?